സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്यांശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 29-ാമത്തെ ശ്ലോകം. അപ്പാശവും വടിയുമായിക്കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടൊരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നഥ തടുത്തൊരു നാൽവരെയുമപ്പോലെ നൗമി ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ആ യമഭടന്മാർ കാലപാശവും ദണ്ഡും ധരിച്ചുകൊണ്ട് അജാമിളന്റെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തെ കയറിട്ട് യമലോകത്തേക്കു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവരെ തടുത്ത 4 വിഷ്ണു പാർഷദന്മാരെ ഞാൻ നമസ്കരിക്കുന്നു. ഭാഗവതത്തിൽ അജാമിളന്റെ കഥയെ ഇവിടെ സൂചിപ്പിക്കുന്നു. കന്യാകുബ്ജത്തിൽ അജാമിളൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു വേശ്യയുടെ പാട്ടുകേട്ട് അവളിൽ ആകൃഷ്ടനായി അവരോടുകൂടി ജീവിതം ആരംഭിച്ചു. അതിൽ കുറെ കുട്ടികളുമുണ്ടായി. അവരെ പോറ്റാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തൻ്റെ ധർമ്മത്തെ ഉപേക്ഷിച്ച് ഏത് ദുഷ്പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാൻ ആരംഭിച്ചു. വയസ്സ് 88ആയി. ഈശ്വരകൃപയാൽ അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രന് നാരായണൻ എന്ന് പേരിട്ടിരുന്നു. ജീവിതത്തിൻ്റെ അവസാന സമയമായപ്പോൾ യമകിങ്കരന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്നു. അവരെ കണ്ട് ഭയപ്പെട്ട അജാമിളൻ മകനെ എന്ന വണ്ണം നാരായണ എന്ന് ഉറക്കെ വിളിച്ചു. ഇത് കേട്ട് വിഷ്ണു പാർഷദന്മാർ വരികയും യമഭടരിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള ആയുസ് അദ്ദേഹം ഭഗവത് നാമം ജപിച്ച് ദേഹത്തെ വെടിഞ്ഞു. അജാമിളൻ മായാമോഹത്തിൽ പെട്ടതുകൊണ്ടാണ് തൻ്റെ ധർമ്മത്തെയും മറ്റും മറന്ന് ജീവിക്കാനിടയായത്. എങ്കിലും ആദ്യം ചെയ്ത പുണ്യകർമ്മങ്ങളാൽ അവസാനം ഭഗവത് നാമം ജപിക്കുകയും ആ മായ ഇല്ലാതാവുകയും ചെയ്തു. അതുപോലെ നാം ഓരോരുത്തരെയും ബാധിച്ചിരിക്കുന്ന മായ ഭഗവത് സ്മരണയാൽ നാമം ജപിക്കുന്നതിലൂടെ ഇല്ലാതായി ലക്ഷ്യസ്ഥാനത്തിലെത്താൻ നാരായണന്റെ അനുഗ്രഹം വേണം. ഹരേ നാരായണ, മായാപാശത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും അവിടത്തേക്ക് നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ. ജയ് ഗുരുജി.